കർക്കിടക മാസത്തിലെ ധന്യമായ നാലമ്പല തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ശാന്തമായ അന്തരീക്ഷം, ചൈതന്യം, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ ഒത്തുചേർന്ന ക്ഷേത്രത്തിൽ രാമായണ മാസത്തിൽ ഭക്തജനപ്രവാഹമാണ്. തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായുള്ള തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇന്ന് ലോകപ്രസിദ്ധമാണ്. രാമായണ മാസം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തും. രാമമന്ത്രം ജപിച്ച നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർ ആദ്യം വണങ്ങുന്നത് തൃപ്രയാറപ്പനെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹമെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടുവെന്നും കേരളത്തിലുള്ള ഒരു മുക്കുവന് മീൻപിടുത്തത്തിനിടെ അത് ലഭിച്ചുവെന്നുമാണ് ഐതിഹ്യം. നാലമ്പലത്തിന്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ്. ആ നാല് പ്രളയത്തിൽ പെട്ട് ഇതിൽ വന്നപ്പോഴാണ് അത് കടലിൽ കടലിൽ നിന്ന് വിറക് കിട്ടി അത് നാടുവഴി നാല് ദിക്കിലായിട്ട് സമർപ്പിച്ചതായിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, രണ്ടാമത്തെ കൂടൽമാണിക്യ ക്ഷേത്രം, ഭരതക്ഷേത്രം, മൂന്നാമത്തെ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം മൂഴിക്കുളം, നാലാമത്തെ പായ്മൽ ശത്രുഘ്ന ക്ഷേത്രം, അങ്ങനെ ഇതായിട്ടാണ്. നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ നല്ലൊരു രാമായണ മാസമായിട്ടും ആചരിക്കുന്ന കാരണം നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ട് വരുന്നുണ്ട്. തൃപ്രയാർ എന്ന പേരിനും ഐതിഹ്യങ്ങൾ നിരവധിയുണ്ട്. വാമനാവതാരം കൈക്കൊണ്ട മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തേക്കെത്തി. അതുകണ്ട ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പാതയാറും ലോപിച്ച് തൃപ്രയാറുമായെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് മീനൂട്ട്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടാനുള്ള ഈ വഴിപാട് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഇവിടുത്തെ മെയിൻ വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മീനൂട്ടാണ്, പിന്നെ വെടിവഴിപാട്, പിന്നെ കളഭം, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വഴിപാടുകൾ. നാലമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വൻ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും ഉപദേശ സമിതിയും കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അഞ്ജനശിലാ പ്രതിഷ്ഠയിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുകയാണ്. ശ്രീദേവി ഭൂദേവി സമേതനായ ത്രിമൂർത്തി ചൈതന്യമുള്ള മൂർത്തിയായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ മാറാത്ത ദുരിതങ്ങളില്ലെന്നാണ് വിശ്വാസം. ഭഗവാന്റെ കൈകളിലെ ശംഖചക്രങ്ങൾ വിഷ്ണുവിനെയും കോദണ്ഡം ശിവനെയും അക്ഷമാല ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. ഇരുവശവുമുള്ളത് ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചു വരുന്നു. അമൃത ന്യൂസ്, തൃശൂർ.